ഇന്നലെ രാത്രി വന്നതോടുകൂടി ഇവർക്ക് ചെറിയൊരു പ്രാങ്ക് ഒക്കെ നമ്മൾ കൊടുത്ത് അല്ലേ മൃദുലേ? നമ്മൾ ഇന്നലെ രാത്രി വന്ന് ഈ ജനലിൽ കൂടെ ഒക്കെ ഞോണ്ടി കരണ്ടി കഥയിലൊക്കെ തട്ടി പേടിപ്പിച്ചവരെ ഒന്നാകെ. ഏട്ടാ ഞാൻ പിരിയം വരച്ചോളാവോ? ഓ അതിനിടയ്ക്ക് അത് നടന്നോ? ഞാൻ പിരിയം വരയ്ക്കാറില്ലല്ലോ, ജസ്റ്റ് ഒന്ന് കൊള്ളാവോ? ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇവനെ വരച്ചു കൊടുത്തില്ലേ? ഇല്ല, അവനെ ഞാൻ കുളിപ്പിക്കാൻ പോവാണ്. അപ്പൊ ഗൈസ് നമ്മളിപ്പം അരിങ്ങാവിലാണ് സുഹൃത്തുക്കളെ. ഒന്നും പഠിക്കാനൊന്നും പോകണ്ട, നാളെ പോണോ അല്ലേ? നാളെ എന്താ പറയാനാ, ഞാനില്ലേ ഞാൻ കൊറേ ദിവസമായിട്ട് പറയുവാ ഉമ്മാമ്മയോട് ഒരു കഥ പഠിപ്പിച്ചു തരാം, അത് സ്കൂളിൽ പോയി പറയണം. ആണോ? അതെന്തൊരു കൊച്ചിന് കഥ പറഞ്ഞു കൊടുക്കാത്ത? ചോദിക്കട്ടെ. അത് ഉമ്മമ്മേ കൊച്ചിനൊരു കഥ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് ഇന്നേ വരെ പറഞ്ഞു കൊടുത്തില്ല. ഉമ്മമ്മയ്ക്ക് അതിന് സമയമില്ല ഇവിടെ. പരാതി നമുക്കൊരു കഥ പറഞ്ഞു കൊടുത്തില്ലെന്ന്. കഥ വായിക്കാനാ കാക്കി കൂടെ പഠിച്ചാലേ നല്ലത് വായിക്കാൻ പറ്റും. ഇവള് പറയുന്നത് നമുക്ക് അത് കാണാപ്പാടം പഠിക്കണം. ഞാൻ പറഞ്ഞു കഥ കാണാപ്പാടം പഠിക്കണം. അക്ഷരം പഠിച്ചില്ല, കൂട്ട് വായിക്കാൻ പഠിച്ചില്ലേ? വായിക്കണമെങ്കിൽ ഇനി കൂട്ടക്ഷരവും ഇന്നലെ ചില്ലക്ഷരങ്ങൾ പഠിപ്പിച്ചു. ഇനി കാക്കി കൂടെ പഠിച്ചാൽ കൂട്ടി വായിക്കാൻ പറ്റും. അപ്പൊ അക്ഷരം പഠിച്ച് വരുന്നതേ ഉള്ളൂ, വായിക്കാൻ അറിഞ്ഞിരുന്നില്ല. അത് പഠിച്ചില്ല. അവൾക്ക് എങ്ങനെയുണ്ട് പുതിയ സ്കൂളൊക്കെ? എങ്ങനെയുണ്ട്? നമുക്ക് അക്ഷരം പഠിക്കാതെ കഥ കാണാതെ പഠിക്കാം. ഇന്നലെ രാത്രി അവള് കാണാപ്പാടം പറയുന്നു, കാണാപ്പാടം വായിക്കുന്നു. സൂര്യൻ ഉദിച്ചു, വേൽ പടർന്നു, കാറ്റ് വീശി. ഏത് വഴി വീശി? തിരുവനന്തപുരം. നിങ്ങളുടെ ആര്യങ്കാവി കാറ്റ് ഇവിടുന്നാണല്ലോ അതിന്റെ തുടക്കം. തിരുവനന്തപുരം കഴിഞ്ഞേ ഉള്ളൂ കൊല്ലം. ഫസ്റ്റ് തിരുവനന്തപുരം. അത് അങ്ങ് കൊല്ലത്തിന്റെ ഏതോ മൂല കിടക്കോ നിങ്ങൾ ആര്യങ്കാവ്. ഞാൻ രാവിലെ പോയി ചന്തയിൽ പോയി ഇവിടെ നാടൻ കോഴി വാങ്ങാൻ വേണ്ടി പോയത്. നാടൻ കോഴി കൂട്ടിയിട്ട് കുറെ നാളായി. ഇന്ന് നാടൻ കോഴി കറി കൂട്ടാം. പച്ചക്കോഴി. ചേട്ടൻ ബാംഗ്ലൂരാ? ചേട്ടൻ ഇവിടെ അല്ല, ബാംഗ്ലൂരാണ്. അപ്പൊ ഞാൻ രാവിലെ ഇവിടെ പോയി, പക്ഷെ നാടൻ കോഴി കിട്ടിയില്ല. പിന്നെ നമ്മൾ ബ്രോയിലർ കോഴി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങളാരും മൈൻഡ് ചെയ്യുന്നില്ല. എന്താ നിങ്ങളാരും മൈൻഡ് ചെയ്യാത്ത? ഞങ്ങൾ പോയി വേഗം കുളിക്കാൻ പോകണം. നീയും ഞാനും തമ്പനും കൂടി ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്റെ ഈ ഹെൽപ്പറായിട്ട് സൈഡിൽ നിൽക്കുവോ? അല്ല നിങ്ങളും വേണം. അടുക്കളയിലെ ആൾക്കാർ നിറഞ്ഞു നിന്ന് കുക്ക് ചെയ്യുമ്പോഴേ അതിന്റെ ഒരു തൃപ്തി. ആരാ അടുക്കള ക്ലീൻ ചെയ്ത് എന്ത് നീറ്റായിട്ട് കിടക്കുന്നു. ഇങ്ങനെ വേണം അടുക്കള കിടക്കാൻ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ എനിക്കൊരു ജോലിയില്ല, ചേച്ചി ഇത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൺചട്ടി വെച്ചാൽ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ ഇന്നലെ രാത്രി വന്ന കുറച്ച് വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് അപ്പോഴത്തേക്കും കുക്കിംഗ് പരിപാടി തുടങ്ങട്ടെ. ഇല്ലേ തമ്പുരു? ആരാന്ന്? ഞാൻ ഇവിടുന്ന് പറഞ്ഞു മിക്കവാറും ഇപ്പൊ പോലീസിനെ വിളിക്കുന്നത്.
ഞാൻ പേടിച്ചു. അവൻ ചിരിച്ചോണ്ടിരിക്കുന്ന കഥ പേടിച്ച് കരഞ്ഞ്. തിരുവനന്തപുരത്ത് വിളിച്ചാ വരാൻ വയ്യല്ലേ? ഇവിടെ വന്നില്ലേ? ആരാന്ന് പറഞ്ഞൂടെ? ആര് പറഞ്ഞു കുഞ്ഞാട്ടിയാണ്? കുഞ്ഞാട്ടിക്ക് വായില്ലേ? കാരണം ഏട്ടൻ 10 മിനിറ്റ് മുമ്പ് വിളിച്ചപ്പോഴും അവിടെ ബാംഗ്ലൂർ സോഫ പേടിച്ച് രാത്രി വന്ന് നമ്മൾ അവരെ പേടിപ്പിച്ച സുഹൃത്തുക്കളെ. സത്യമായിട്ട് പേടിച്ചു കേട്ടോ, എല്ലാവരും പേടിച്ചു പോയി. ഒന്നാമത്തെ കാര്യം ഇത് വേറെ അടുത്തൊന്നും അടുത്ത് 2 വീടല്ലേ ഉള്ളൂ, ഉള്ളിലോട്ടല്ലേ. അപ്പൊ രാത്രി ആരാന്നുള്ള ടെൻഷൻ പെട്ടെന്ന് കഥ പൊട്ടിപ്പോ. എന്താ ഉണ്ട് 2 ദിവസത്തിന് അവധിയല്ലേ? നാളെ പോണ്ടല്ലേ? നാളെ പോണ്ട, മറ്റന്നാളെ പോണ്ടല്ലേ? ചേച്ചിക്ക് ടെൻഷൻ മാറിയില്ല കേട്ടാ, പേടിച്ചു പോയി. ഈ ശകുന്തള മോട്ട് ഒറ്റയ്ക്ക് വീട്ടിലുള്ളപ്പോ നമ്മൾ വരും ഇതേ കണക്ക്. ഒരു ദിവസം രാത്രി അവിടെ മേരി മറ്റേ ഇതല്ലേ ഇത് പറയുന്ന സെമിത്തേരി, ഒരു ദിവസം നോക്കിയോ വെള്ളം എടുത്തോണ്ട് വന്ന് ഞാൻ പ്രാങ്കി കേട്ടിരുന്നില്ലേ? നമുക്ക് ഒരു ദിവസം അവിടെ പോയിട്ട് വെള്ള ഡ്രസ്സ് എടുത്തോണ്ട് വന്നിട്ട് അവിടെ പോയി പ്രാങ്കി കേട്ടോ രാത്രി. വിചാരിക്കാൻ വേണ്ട, അമ്മയുടെ ചേച്ചിമാരൊന്നും പേടിക്കുന്ന കൂട്ടത്തിലോ പേടിക്കുന്നില്ലേ? പേടിയില്ലേ? ചട്ടമ്പി അക്കി പിക്കി വാട്ടർ പിപ്പി അക്കം പിക്കം പൊക്കം. തിരിച്ചല്ലേ ഇനി അടുത്ത എണ്ണി പിരിക്കട്ടെ. അറ്റി സിറ്റി വാട്ടർ പിപ്പി അക്കം പിക്കം പൊക്കം. അവള് അടി 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 അവള് അടുത്തത് ഓക്കെ കേട്ടില്ല പൊന്നാ. വാട്ടർ പിപ്പി അക്കം പിക്കം 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 പൊക്കം. അടി 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 അക്കി പിക്കി വാട്ടർ പിപ്പി അക്കം പിക്കം പൊക്കം. തലയല്ല ദൈവമേ, ഞാനിവിടെ പറയാൻ വരുമായിരുന്നു എന്നെ. നമ്മളെ അവിടത്തെ കാട്ടി വലുതല്ലേ? ഓ ഇവരുടെയൊക്കെ സ്മാർട്ട്. കാശാരി കൈവച്ച് കറക്കിയാ മതിയെന്ന്. നമ്മള് സ്വിച്ച് വെച്ച് അടക്കണം. മാറ്. ടെക്നോളജിയാ അതുപോലും പറയാനില്ല. ടെക്നോളജിയാ. ഇങ്ങോട്ട് അമ്മക്ക് സ്വിച്ച് കുത്തിയാ മതി. അമ്മ കാലും കൈയൊക്കെ എടുത്ത് വീശി ചുമ്മാക്കാതെ ആണ്ട് ഇങ്ങോട്ട് കരുതില്ലേ. കാലും കൈയൊക്കെ എടുത്ത് വീശി കറക്കി. എടി കൂട്ടുകാരൊക്കെ ആയോ? അല്ല കൂട്ടുകാരനെക്കാട്ടി മുമ്പ് കൂട്ടുകാരികളൊക്കെ ആയോ? ആണോ? പഠിപ്പിക്കുന്നൊക്കെ 6 പേര്. മനസ്സിലാവുന്നുണ്ടല്ലോ മലയാളം പഠിപ്പിക്കുന്ന? അങ്ങോട്ട് ഫ്രണ്ടായില്ലേ, ഇങ്ങോട്ട് അതായില്ലേ, അങ്ങനെ പറഞ്ഞു ഇങ്ങോട്ടാ ഫ്രണ്ടായത്. നട്ടയാണോ? നീ നട്ടയാണെങ്കിൽ മാത്രമേ നീ കാണിക്കാവൂ. പയറു ഇപ്പോൾ അമ്മ ഇന്നലെ കൊറേ പറിച്ച് നിങ്ങള് വന്നപ്പോ തുമ്പിങ്ങനെ ചുമന്നിരിക്കുന്നു. നിപ്പോണ്ടായിരുന്നു. ഓ അത് കഴിഞ്ഞു പോയില്ലേ ചേച്ചി? നിപ്പോണ്ട് ചേച്ചി. കുമ്പളക്കേ എന്തോന്നാടി പറയുന്ന? ആ തക്കാളി, പച്ച തക്കാളി ഗൈസ്. കടയിൽ നോക്കേണ്ട ആവശ്യമില്ല. കണ്ട തമ്പുരു ഇതിന്റെ വെള്ളം ഒഴിക്കുക ചേച്ചി. എവള്
നീ വെള്ളം ഒഴിക്കൂടി, നീ ഭയങ്കരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. നീ ഇതിന് ഒരു തുള്ളി വെള്ളം ഒഴിക്കൂടി തമ്പുരു. ഇങ്ങോട്ട് നോക്കി പറ, ഇങ്ങോട്ട് നോക്കി പറ, ഒഴിക്കൂടി. ആ ഇത് കാച്ചിലല്ലേ? കാച്ചിൽ അല്ല ചി, ചേമ്പ് ചേന. അത് ചേമ്പ്, ഇത് ചേന. ഇവിടെ മുളക്. ഇന്ന് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇതിനൊക്കെ വെള്ളം ഒഴിക്കണം. വൈകിട്ട് കളിക്കാനുള്ള ടൈമാണ്. ഓ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി മല്ലിയില ആൻഡ് പുതിനയില, കരിവേപ്പില ഒരു തണ്ട് മതി, പിന്നെ പച്ചമുളക് ഗൈസ്. ഇത്ര ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. ആ കുറച്ച് തൈര് കൂടി ഒഴിക്കാം. അത്രയും പോരാ. എനിക്കിത് ഇത്രയും വേണ്ട, ഞാൻ ഇടാം. എന്നാ പിടി. നിന്റെ സൗകര്യമില്ല, നീ അവിടെ പിടിച്ചോണ്ടിരുന്നാ മതി. കൈ തടവുന്നത് കേട്ടോ, ഇത്ര നേരം ഫോൺ പിടിച്ച്. അയ്യോ, ഇങ്ങനെയാണ് പണി കൊടുക്കണ പിള്ളേർക്ക്. എന്തിരുന്ന് ആ ഇവിടെ പിടിച്ചു തരത്തില്ല എല്ലി. ഞാൻ എത്ര വട്ടം പിടിച്ചു തന്നിട്ടുണ്ട്. ഒരു നെക്സ്റ്റ് തക്കാളി ഇട്. മൈ അസിസ്റ്റന്റ്. ഇന്നത്തെ ചിക്കൻ പാളിപ്പോയാ നമ്മുടെ രണ്ടുപേരാണ് എല്ലാരും കുറ്റം പറയുന്നത്. റെസ്പോൺസിബിൾ. വി ആർ ഫുള്ളി റെസ്പോൺസിബിൾ ദിസ് ചിക്കൻ കറി. യെസ്, അതുകൊണ്ട് ഇളക്ക്. അടിച്ചു പിടിച്ച് കരിഞ്ഞു പോവും. ചൂടുണ്ട്, എനിക്കറിയാം. ഇതൊന്നും ഒരു ചൂടല്ല. മഞ്ഞപ്പൊടി പുട്ട് ലിറ്റിൽ ബിറ്റ് ഇൻ കുക്കർ. ലിറ്റിൽ ബിറ്റ് ഉള്ളിയേ. തുറക്കങ്ങോട്ട്. അയ്യോ, അവളെ ഇളക്ക് കണ്ടില്ലേ, ഇങ്ങോട്ട് പിടിച്ചാണ്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേറെ. ആഡ്. അയ്യോ സോറി, ദാറ്റ് ഈസ് ഹൂജ്. യൂസ് സ്പൂണ്. ഹൈജീൻ യൂസ് സ്പൂണ്. യൂസ് സ്പൂണ്. അതെ, ഹൈജീൻ മസ്റ്റ്. നോ. ഇട് കുറച്ചും കൂടി. മൊത്തം ഇടണ്ട, കുറച്ചുകൂടി. നമ്മള് ചിക്കൻ ഇടാൻ വേണ്ടി പോകുന്നു. വേണ്ട, ഫുൾ കഷ്ണം ഞാൻ ഇടും. തരൂല. എന്റെ മോനെ ഞാൻ ശരിയാക്കും. എന്തൊരു ചെയ്ത്? ആ ചുമ്മാ കരയുക. പിള്ളേരാകുമ്പം കരയും എന്ന് പറഞ്ഞ ഒരു കാരണം വേണ്ടേ, അതുകൊണ്ട് കരയുക. പാളി കഴിഞ്ഞാൽ എവളെ പറയണം കേട്ടോ, കാരണം എവളെ പൊടി മൊത്തം ഇടുന്നത്. നീ ഒരുപാട് ഇളക്കല്ലേ എന്നെ. ഇല്ല, നമ്മള് രണ്ടുപേരും പാളിപ്പോയാൽ നമ്മൾ രണ്ടുപേരും. മല്ലിപ്പൊടി. നമ്മളിനി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. 0 വാട്ടറിൽ നമ്മൾ വെച്ച് വേവിക്കാൻ വേണ്ടി പോയത്. എടാ നിന്നെ ഞാൻ ശരിയാക്കാം കേട്ടാ, നിന്നെ ഞാൻ ശരിയാക്കാം. ഓ എന്റെ പൊന്നെ. കരയോ. അടിക്കട കുക്കറ. ഇനി നമ്മൾ വേറൊരു ചട്ടി അങ്ങോട്ട് വെച്ച് കുറച്ച് എണ്ണ അങ്ങോട്ട് കൂട്ടി. ഇവിടെ ഇനിയും നമ്മുടെ പച്ച മസാല. ചിക്കൻ കറി റെഡി. കണ്ടടി ഇൻട്രോ ഉണ്ടടി ഇവളാ. നമ്മളാ ബുദ്ധിമാര്, നമ്മളുണ്ടാക്കുന്ന ചിക്കൻ കറി അടിപൊളി. ആദ്യം തിന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം അടിപൊളിയാന്ന്. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയടി അങ്ങോട്ട്. സവാള
നമ്മൾ ടേസ്റ്റ് ചെയ്തേക്ക് നോക്കിയായിരുന്നു കേട്ടോ ആൾറെഡി. കളല്ലേ നല്ല എരിയും തേങ്ങാപ്പാലിന്റെ ഒക്കെ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നമ്മളെല്ലാരും ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഇത് മല്ലിയില ഇട്ട് പുതിന ഇട്ടല്ലോ. മല്ലിയില പുതിനയില കൊള്ളാലേ. ഇത് എരി വലിയ എരിയില്ല. എല്ലാ ഭാഗത്തും സോഫ്റ്റ് ഭയങ്കര. കണ്ടടി, താങ്ക് യു. കുഞ്ഞു കരയായിരിക്കുന്നുണ്ടടി. എന്തൊരു കരച്ചിലായിരുന്നു. ഏട്ടൻ കഴിച്ചു കഴിഞ്ഞ നേരം ഉറങ്ങി. ഇവ ഉറങ്ങത്തൂല്ല. എന്തൊരു കരച്ചിലായിരുന്നു. ഞാൻ ഇവിടെ എല്ലാം കൊണ്ടുവരുന്നു. പക്ഷേ എന്ത് സ്മാർട്ട് ആയിട്ടിരിക്കുന്നു. എടുക്കുന്നില്ല ഒന്നുമില്ല. ഓ തുള്ളിച്ചാടുന്നു. ഏട്ടാ ഫോണൊക്കെ വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ മുതലാവൂല. അവള് ഏട്ടനെ അക്കി മാത്രമേ ഉറങ്ങൂ. അക്കി ഇപ്പോഴും ഉറങ്ങുവോ? കാക്കാക്ക് പിടിച്ചോ? പറഞ്ഞാണ് അല്ല എന്റെ അമ്മത്തെ കൂടാണ്ട് എന്നെ പോലെയാ. അതെ, അവൻ അകത്തിരുന്നിട്ട് മുഷിഞ്ഞിട്ട് അവിടെ കരഞ്ഞത്. ഇപ്പൊ കരണ്ട് വന്നു. പുറത്തുനിന്ന് പോടാ പൊടി ബിഡടി തന്നെ എടി ബിഡടി ബിഡടി ഉമ്മ തരൂ. നീ ആരോട് വെച്ചിട്ട് എന്റെ ഏട്ടന് ലിപ് കിസ് കൊടുത്തടി? നീ ആരോട് വെച്ചിട്ട് കൊടുത്തടി? എനിക്കിവനെ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഉടനെ ഒരു ഇഞ്ഞപ്പാ പാല് കട്ടുപിടിക്കുന്ന പിന്നെ കക്കിപ്പൂച്ചകള്. എന്നിട്ടേ മീന് പറഞ്ഞേ വേണ്ട അമ്മ തരാണ്. ഇഞ്ഞപ്പാ വീട് പിടിച്ചോ പിടിച്ചോ. അല്ല ഇത്രയും നേരം ഏട്ടൻ എടുത്തില്ല, ഇനി അവളെ ഏട്ടനെ എടുക്കും. ഇപ്പൊ എന്തോ ശാന്തനായിട്ട് ഇരിക്കുന്നു. വെളിയിലിറങ്ങി കാറ്റൊക്കെ കൊണ്ടുപോണ്ട് ഇതോ ഇരിക്കുന്നു. നേച്ചർ ഫ്രണ്ട്ലി. പാലരുവിയിൽ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. പാലരുവിയിലല്ല, പാലരുവിയിൽ അടുത്തുള്ള ചാരി. തമ്പുരു വരുന്നോ? അതുകൊണ്ട് ഇനി കൊണ്ടുപോകത്തില്ല. വീട്ടിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, നമുക്ക് ആറ്റി കുളിക്കാൻ. മീനി ചേച്ചി ഇവിടെ ഒരിക്കലും ടാർ ഇടല്ലേ. ഓഫ് റോഡ് എനിക്ക് ഇവിടെ ഇന്നും ഇങ്ങനെ ഓടിക്കണം. ടാറിട്ട ഒരു സുഖമില്ല ഈ വണ്ടി കൊണ്ടോട്ടി. ആനയെന്ന് കാട്ടി നോക്കിട്ട്. ആനയോ? അമ്മേ നാനാന്ന്. ആന ഉണ്ട്. വരും ആന. ആന മേളില് വരും. സൗണ്ട് കേട്ടോ? ഇവിടെ ആന കുഴിയാനേ. ഇവിടെ ആന ആൻഡ് ഇതുണ്ട്, മാനുണ്ട് ഇല്ലേ ചേച്ചി? മാൻ, മ്ലാവ്, കാട്ടുകോഴി, മയില്. പക്ഷെ പുലിയുടെ ഒക്കെ ന്യൂസ് പണ്ടൊക്കെ എപ്പോഴും കേൾക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഈ ഭാഗത്തില് നായ്പുലി എന്ന് പറയുന്ന സാധനം. പിന്നെ വെട്ടടിക്കുന്നേ സൂര്യൻ ബാക്കി ആനുണ്ട്. പോടോ ആന ഓണ്ടാന.
തണുപ്പ് കേട്ടോ, സൂപ്പർ തണുപ്പ്. നമ്മളെ പാലരുവിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഇത്. കുളിക്കാൻ വന്നിട്ട് കുളിക്കാൻ ഭയങ്കര തണുപ്പ്. കുളിക്കടി, ഇറങ്ങടി, മുങ്ങടി. പറ്റുന്നില്ല, ഭയങ്കര തണുപ്പാ. ഒരു വട്ടം മുങ്ങി കഴിഞ്ഞാൽ സെറ്റാ, പിന്നെ ഒരു പ്രശ്നമില്ല. ആദ്യം മുങ്ങുന്നവരുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ആറ്റിയിലൊക്കെ വന്ന് കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടെ അവർക്ക്. അതുകൊണ്ടാണ് ഇവിടെ പഠിക്കണം എന്നുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹം. നാട്ടിനോട് ഇഴകി ജീവിക്കുന്നവൾ അവള്. അയ്യോ, അറ്റാക്ക് പൊക്കിയിട്ട് പിടിക്കുന്നവര് എടുക്കുക, പിന്നെ എറിയോ. താങ്കൾ വരുന്നുണ്ടോ? താങ്കൾക്ക് നിക്കറില്ല, സ്നഗ്ഗി മാത്രമേ ഉള്ളൂ. Ready? 2, 3, go. മാറ്. ഒരേറും മിസ്സായില്ല, എല്ലാം ഉച്ചയ്ക്ക് ഇട്ടിട്ടുണ്ട്. എറാ ചോടാ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതൊരിക്കും പപ്പായ.